നോക്കുമ്പോൾ ഈശോ വന്ന് എൻ്റെ അടുത്തിരിക്കുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നടന്ന് അടുക്കളയിലോട്ട് പോന്നു. അപ്പോൾ ഈശോയുടെ മുഖഭാവം കണ്ടാൽ ഒരു കാരണവരുടെ എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു മുഖമാണ്. ഇത് കഴിഞ്ഞ് ഇവരെല്ലാവരും എല്ലാവരും പുറത്ത് പോയി, കൊച്ചു സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഈശോ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈശോയുടെ മുഖത്ത് നല്ല വിഷമം. അപ്പോൾ ഈശോയുടെ മനുഷ്യത്വം മാത്രമാണ് കാണുന്നത്. ഉടമ്പടി എടുത്തിട്ട് 1 വർഷമായി. 2018 ഒക്ടോബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഓരോ കാര്യങ്ങളും നേടിയെടുത്തിട്ട് പറയാം അങ്ങനെ എല്ലാം ഒരുമിച്ചാകട്ടെ എന്ന് വിചാരിച്ച് താമസിച്ചു പോയതാണ്. ഈശോയോടും മാതാവിനോടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൃപാസനത്തോടും ക്ഷമ ചോദിക്കുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു 2015 മുതൽ ഒരു പ്രത്യേക രോഗത്തിന് ഞാൻ അടിമയായിരുന്നു. അതായത് ഒരു 3-4 വർഷത്തോളം ആർക്കും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സലൈവറി ഗ്ലാൻഡിന് ഇൻഫെക്ഷൻ വരിക, ഉമിനീര് ബ്ലോക്കാകും, ഇവിടെ ഈ 2 സൈഡിൽ ഇങ്ങനെ വീർത്ത് വരും. ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന പോലെ ആയിരിക്കത്തില്ല. പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്താണ് മുഖത്ത്, എന്താണ് കുഴപ്പം, ഒരു വല്ലാത്ത രൂപമാകും. ചിലപ്പോൾ ഈ ഒരു സൈഡ് വീർക്കും, അല്ലെങ്കിൽ 2 സൈഡും വീർക്കും, ആകെ പ്രോബ്ലം. ഞാൻ കാണിക്കാത്ത ഡോക്ടർമാരില്ല. 14 ഡോക്ടർമാരെ ഞാൻ കാണിച്ചു ഈ 3-4 വർഷം കൊണ്ട്. ലിസിയിൽ, ലൂർദിൽ, ഇങ്ങനെയുള്ള എല്ലാ മെയിൻ ഹോസ്പിറ്റലുകളിലും ഒരുപാട് സ്ഥലത്ത് കൊണ്ടു നടന്ന് കാണിച്ചു. എന്നിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ചിലർ പറയും കിഡ്നിയിലൊക്കെ സ്റ്റോൺ വരുന്ന പോലെ അത് സ്റ്റോണാണ്, നാരങ്ങ മുറിച്ച് വായിലിടുക, പുളിയുള്ള വസ്തുക്കൾ കഴിക്കുക എന്നൊക്കെ പറയും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. കാര്യം ഉള്ളിലോട്ട് തൊലി പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഞാൻ ആകെ ബുദ്ധിമുട്ടി. അപ്പോൾ ഞാൻ ആ സമയത്ത് കൊച്ചിൻ കോർപ്പറേഷനിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇതിലെ എല്ലാ ദിവസവും ഇതുവഴി കൊച്ചിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരിക്കലും കൃപാസനത്തിലേക്ക് വരണമെന്ന് തോന്നിയില്ല. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു. ഇവിടെ എനിക്ക് കയറി നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ഒന്ന്, എൻ്റെ കാലൊന്ന് ആക്സിഡൻ്റായി, കമ്പി ഇട്ടതാണ്. അപ്പം എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കാലിന് വളയത്തില്ല. അപ്പം നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃപാസനം ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കയറാൻ പറ്റാത്തൊരു സ്ഥലമായിട്ടാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2018 ഒക്ടോബർ മാസമായപ്പോഴത്തേക്ക് ഈ പ്രശ്നം എനിക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഞാൻ പുറത്തോട്ടിറങ്ങി വെയിലടിച്ചാൽ ഇവിടെ മുഴുവൻ ഇങ്ങനെ നീരാകുക. പിന്നെ എനിക്കിത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ മനസ്സിലായി. ഞാൻ ഏതെങ്കിലും മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ മിഠായിയൊക്കെ വായിലിടും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചിറങ്ങുന്നത് ഭയങ്കര വിരൂപമായിട്ടായിരിക്കും. അതോടൊപ്പം തന്നെ ശരീരമാസകലം വേദന, ഓരോ സെല്ലിനും വേദന പ്രശ്നമാണ്. ആർക്കും ഇട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുമില്ല. ചിലർ നമ്മൾ വീട്ടിൽ നിന്ന് നീര് വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലും, ഡോക്ടർ പറയും ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡ് പറയും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. ആ ഒരു അവസ്ഥയാണ് എൻ്റെത്. പിന്നെ ഞാൻ ഒരു ഡോക്ടർമാരെയും കാണാൻ പോയില്ല. ഇതിനിടയ്ക്ക് ലിസിയിൽ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നല്ല പ്രായമായ ഒരു ഡോക്ടറാണ്, എനിക്ക് തോന്നുന്നു ഒരു 75 വയസ്സെങ്കിലും കാണും. എൻ്റെ സർവീസിൽ ഇങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക, വേറെ വേദനയൊന്നും ഇല്ലല്ലോ, ഇതൊരു ന്യൂസൻസ് ആയിട്ട് എടുത്താൽ മതി, ഒരു ഡിസീസായിട്ട് കാണണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് ആ രീതിയിൽ അങ്ങ് കണക്കാക്കി മുന്നോട്ട് പോവുക. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു 2018 ഒക്ടോബർ ആയപ്പോൾ എൻ്റെ ഈ കൈ മടങ്ങിയിരിക്കുവാണ്, നിവരുന്നില്ല. ഭയങ്കര വേദന, നിവർത്താൻ പറ്റുന്നില്ല, ഈ കൈ തൊടാൻ പറ്റുന്നില്ല. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് എഴുതേണ്ടി വരും. ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു ഡോക്ടറെ കാണാൻ എനിക്ക് തോന്നി. കാര്യം ഞാൻ 10-14 പേരെ കണ്ട് മടുത്തിരിക്കുവാണ്, ഇനി ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ആ ഡോക്ടറെ ചെന്ന് കണ്ടു. മാതാവിനെയും വിളിച്ചു. ഒക്ടോബർ മാസമാണല്ലേ, എൻ്റെ മാതാവേ ഞാൻ എവിടെയാണ് പോകേണ്ടത്, നീ എനിക്കിത് എന്താണെന്നൊന്ന് കണക്കാക്കിത്താ, മനസ്സിലാക്കിത്താ. ഓങ്കോളജിസ്റ്റ് ഉൾപ്പെടെ സകല ഡോക്ടറും, സർജനെ, ഡെൻറ്റിസ്റ്റിനെ മുഴുവൻ മൊത്തം കണ്ടു, ഫിസിഷ്യനെ ഇനി ആരും കാണാനില്ല. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും എൻ്റെ മാതാവേ ഇപ്പം എനിക്ക് രോഗം മനസ്സിലാക്കി തരണം. ഞാനിതൊരു സഹനമായിട്ട് എടുത്ത് മുന്നോട്ട് പോയി. ഇതുവരെ ഞാൻ വാശി പിടിച്ചില്ല, എനിക്ക് പറ്റത്തില്ല, ഈ ഒക്ടോബറിൽ നീ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ഓട്ടോഇമ്യൂൺ ഡിസീസാണ് ഇങ്ങനെ എന്താണെന്ന് അറിയാൻ പറ്റാതെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ANA നെഗറ്റീവാണ്, RA ഫാക്ടർ നെഗറ്റീവാണ്, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ മാതാവിനോട് ഈശോയോടും പറഞ്ഞു ഒരു ഡോക്ടർക്കും അറിയത്തില്ലെന്ന് നിങ്ങൾക്കറിയാം, ഞാനിവിടെ നിന്ന് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. കണ്ടുപിടിച്ചേ പറ്റൂ, ഞാനിവിടെ നിന്ന് പോകത്തില്ല, ഡോക്ടർമാരൊന്നും എനിക്ക് വിഷയമില്ല, നിങ്ങൾക്ക് 2 പേർക്ക് ഇത് എന്താണെന്ന് അറിയാം, എനിക്കിനി പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒരു പ്രത്യേക ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ രോഗം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ഓരോ സെല്ലിനെ അറ്റാക്ക് ചെയ്യും. നമ്മുടെ സെല്ലിനെ കാണുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തോന്നും, പ്രതിരോധ വ്യവസ്ഥ വിചാരിക്കും ഇത് ഏതോ രോഗാണുവാണെന്ന് വിചാരിച്ചിട്ട് സ്വയം അറ്റാക്ക് ചെയ്യുക. ആദ്യം ചെയ്തത് സലൈവറി ഗ്ലാൻഡിനെയാണ്, അടുത്തായിട്ട് ചെയ്തിരിക്കുന്നത് നെർവസ് സിസ്റ്റത്തിനെയാണ്. വളരെ ഗുരുതരമായ പ്രശ്നമാണ്. നമ്മൾ ഈ കേൾക്കുന്ന പോലെ SLEയോ ലൂപ്പസ് രോഗമോ ഒന്നുമല്ല. അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് സാർക്കോയിഡോസിസ് എന്ന് പറയുന്ന ആർക്കുമില്ലാത്ത 10 ലക്ഷത്തിൽ ഒരാൾക്കുള്ള രോഗമാണ്. 1 ലക്ഷത്തിൽ ഒരാൾക്കാണ് സാർക്കോയിഡോസിസ് ഉള്ളത്. ന്യൂറോ സാർക്കോയിഡോസിസ് എന്ന് പറയുന്ന രോഗമാണ്. എനിക്ക് നെർവസ് സിസ്റ്റത്തിന് വന്നപ്പോഴത്തേക്ക് അത് 10 ലക്ഷത്തിൽ ഒരാൾക്കായി. ഞാൻ ഈ കണ്ട ഡോക്ടർമാരൊന്നും അത് കണ്ടിട്ടില്ല.
ഒരു നല്ല സീനിയറായിട്ടുള്ള ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞു, മോളെ നിനക്കിത് വന്നല്ലോ, ഞാനൊരു പ്രബന്ധം മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതൊന്നും എനിക്ക് വിഷയമല്ല. പിന്നെ എനിക്ക് ധൈര്യമായി. അപ്പം ഈ രോഗം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്. ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഒരു കഷ്ടമാണ്. ഞാൻ ആരുടെ അനാവശ്യമായൊരു കാശും വാങ്ങിയിട്ടില്ല. വരുന്ന ആൾക്കാരോട് ഞാൻ ഇരുത്തിയിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. എന്നാലും എനിക്കിത് വന്നല്ലോ, ഈ ഒരു മനോഭാവമായിരുന്നു എനിക്ക്. മറ്റുള്ളവരെ കാണുമ്പോൾ എനിക്ക് അവർക്കൊന്നും വന്നില്ല, എനിക്ക് വന്നല്ലോ എന്നൊരു ചിന്തയായി. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കത് മാറി. എന്താണ് ഉടമ്പടി എന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആലപ്പുഴയാണ് വീട്, ഇതിലൂടെ എന്നും പോകാറുണ്ട്. എങ്കിലും എന്താണ് ഉടമ്പടി എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ വന്നു, ഞാനും മൂത്ത മകളുമായിട്ടാണ് വന്നത്. ഞാൻ 6 നിയോഗങ്ങൾ എഴുതി. അപ്പം 4-5 നിയോഗങ്ങൾ. രണ്ടാമത്തെ ആൾ +1 പഠിക്കുവാണ്. അപ്പോൾ അവൾ +2 കഴിഞ്ഞിട്ട് അവൾക്ക് കിട്ടേണ്ട അഡ്മിഷനും അങ്ങനെയാണ് ഞാൻ 4-ാം നിയോഗം എഴുതിയത്. 5-ാം നിയോഗം എഴുതിയത് മൂത്തയാൾ MBBSന് പഠിക്കുക. അപ്പോൾ അവൾ ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ, അവൾക്ക് അടുത്ത അഡ്മിഷൻ എഴുതി. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അമ്മ ഇതെന്തോ അമ്മ ഈ കാണിക്കുന്നത്? എല്ലാവരും 6 നിയോഗം എഴുതി അന്നേരം സാധിക്കുക. അമ്മ എനിക്ക് അടുത്ത അഡ്മിഷൻ ഇനി എന്ന് കിട്ടാനമ്മ ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു. ഞാൻ കൊച്ചിനോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകും, ഈ നിയോഗം എഴുതാൻ ഇനി ആരെങ്കിലും വേണ്ടേ. ആ ഒരു മനോഭാവത്തോട് ഞാൻ പിള്ളേരെ കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ അത്ര ഭയമില്ല. എൻ്റെ മനസ്സിൽ രോഗം കണ്ടുപിടിച്ച ഒരു സന്തോഷമാണ് അന്നേരം. 4 വർഷമായിട്ട് രോഗം കണ്ടുപിടിക്കാതെ കിടന്ന് അലയുന്ന ഒരാൾക്ക് ആ ഒരു സന്തോഷമാണ്. അപ്പോൾ ഈ കൈ നിവരുന്നില്ല. അങ്ങനെയാണ് ഉടമ്പടി എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നു. വീട്ടിലോട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ വിരൽ താഴോട്ട് പോയി, ഈ വിരൽ താഴോട്ട് പോയി, ഈ 2 വിരൽ അകന്നു പോയി. അതായത് നെർവ്, മസിൽ, ബോൺ, നട്ടെല്ല് വളയുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ 2 വിരലിലേക്ക് നെർവ് വീക്കാവുക. ഞാനപ്പോൾ പറഞ്ഞു, മാതാവേ ഇതത്ര നല്ല പരിപാടിയല്ല, ബാക്കിയൊക്കെ പോട്ടെ, ഇതില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും? അടുത്ത എൻ്റെ പ്രൊമോഷൻ ഓഗസ്റ്റിലാണ് വരുന്നത്. ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്റ്ററായിട്ട് എനിക്ക് പ്രൊമോഷനാകണം. അപ്പം ഞാൻ എത്ര ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത്, മാരേജൊക്കെ ഞാൻ ഒപ്പിടേണ്ടതാണ്. എൻ്റെ ജോലി പോകും, ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഞാൻ രാവിലെ ഹസ്ബൻഡിനെയും കൂട്ടി ഇവിടെ അച്ഛനെ കാണാൻ വന്നു. രാവിലെ ഇവിടെ വന്നിട്ട് ഇവിടെ ആരുമില്ല, കുർബാന ഉണ്ടെന്നൊക്കെ വിചാരിച്ചാൽ വന്ന്, ഡേറ്റ് എന്തോ തെറ്റിപ്പോയതാണ്, അച്ഛനില്ല. ഞാൻ നേരെ മാതാവിൻ്റെ അടുത്ത് വന്നു. മാതാവിൻ്റെ രൂപത്തിലോട്ട് തൊട്ടിട്ട് ഞാൻ പറഞ്ഞു, വിദേശത്തോ നാട്ടിലോ സ്വദേശത്തോ ഒക്കെ ഇരുന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 മാത്രമേ ഉള്ളൂ. ഇനി മേലാൽ എൻ്റെ നെർവോ, ബോണോ, മസിലോ പോകാൻ പാടില്ല. ഈ വിരൽ എനിക്ക് എങ്ങനെ ജോലി ചെയ്യണം, ഈ വിരൽ എനിക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് എൻ്റെ നട്ടെല്ല് വളയുമായിരുന്നു, അത് മാറി. ഈ വിരൽ, അതായത് എനിക്കറിയാം ശക്തമായൊരു വേദന വരും, ആ നെർവ് വീക്കാവും, ഡൗൺ ആവും. കാലിലെ തള്ളവിരൽ ഡൗണായി, ഇടത് കാലിലെ തള്ളവിരൽ ഡൗണായി, വലത് കാലിലെ തള്ളവിരൽ ഡൗണായി. പിന്നെ ഇതിനൊരനക്കവും ഇല്ല, പിന്നെ ചലനമില്ല, വേദനയില്ല, ഇങ്ങനെയൊന്നും വെച്ചാലൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇത് പറ്റത്തില്ല. അതിനുശേഷം എൻ്റെ ഒരു വിരലും ഒരു ഭാഗവും വളയുകയോ വീക്കാവുകയോ ചെയ്തില്ല, ഒരു നെർവും പിന്നെ പോയില്ല. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒന്നും അറിയാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണെന്ന് എനിക്കറിയില്ല, ഞാൻ മാതാവിനെ വിളിച്ചില്ല. പക്ഷെ ഞാൻ ചെന്ന് വീട്ടിൽ പിറ്റേന്ന് നോക്കുമ്പോൾ മാതാവ് നിൽക്കുന്നു ബെഡ്റൂമിൽ. അപ്പം ഞാൻ ബെഡ്റൂമിൽ കിടക്കുവാണ്, എനിക്കൊരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞ് ലീവ് എടുത്തേക്കാൻ പറഞ്ഞു. അടുക്കളയിൽ പണി ചെയ്യാൻ പറ്റുന്നില്ല, പാത്രം എടുത്താൽ താഴെ വീഴും, പേപ്പർ എടുത്താൽ താഴെ വീഴും, നെർവ് ഫുള്ള് ബ്ലോക്ക്, ബോഡി ഫുള്ള് വേദന, ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പോൾ മാതാവ് വന്ന് വീട്ടിൽ നിൽക്കുക. അപ്പം ഞാനിപ്പോൾ സഞ്ചാരി മാതാവാണ്, വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ കൊന്തയെല്ലാറുണ്ട്, മാതാവിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകമായിട്ട് ഞാൻ മാതാവിനെ വിളിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈശോയും കൂടെ വരുക. ഞാനിങ്ങനെ കിടക്കുവാണ്. അപ്പോഴത്തേക്ക് അടുക്കളയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഹസ്ബൻഡാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, അവിടെ ശബ്ദമൊക്കെ കേൾക്കുമ്പം കാണാനും പറ്റുന്നില്ല, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പിടിയില്ല, ആകെ വിഷമം, കൊച്ചിന് സ്കൂളിൽ പോകണം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഈശോ വന്ന് എൻ്റെ അടുത്തിരിക്കുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നടന്ന് അടുക്കളയിലോട്ട് പോകുന്നു. അപ്പോൾ ഈശോയുടെ മുഖഭാവം കണ്ടാൽ ഒരു കാരണവരുടെ എന്തൊക്കെയോ ചെയ്യാനുള്ളൊരു മുഖമാണ്. ഇത് കഴിഞ്ഞ് ഇവരെല്ലാവരും എല്ലാവരും പുറത്ത് പോയി, കൊച്ചു സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഈശോ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈശോയുടെ മുഖത്ത് നല്ല വിഷമം. അപ്പോൾ ഞാനപ്പോൾ ഈശോയുടെ മനുഷ്യത്വം മാത്രമാണ് കാണുന്നത്. ഞാനിപ്പോൾ ഈശോയോട് പറയുക, ഈശോയെ നീ വിഷമിക്കണ്ട കേട്ടോ, എനിക്കിതൊക്കെ ശീലമാണ്, ഇത് കുറേ നാളായില്ലേ, എനിക്ക് ഫുൾ ബോഡി പെയിൻ ഇതൊക്കെ ഉള്ളതാണ്, സാരമില്ല, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ ഒന്നും പറഞ്ഞില്ല, മാറി എൻ്റെ തലക്കീഴിൽ ഞാൻ കൃപാസനം പത്രവും തൈലവും എല്ലാം വെക്കുന്ന തലക്കീഴിലേക്ക് മാറിയിരുന്നു. കൃപാസന വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്, നേർച്ച വസ്തുക്കൾ. മാറി ഈശോ കസേരയിൽ ഇരിക്കുക. കസേരയിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരു വെള്ള ഡ്രസ്സ് ലോഹയൊക്കെ ഇട്ടിട്ടാണ് ഈശോ ഇരിക്കുന്നത്. എനിക്ക് പേടിയായി, എന്നെ വിളിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല, ദൈവമേ എന്നെ ഇപ്പോൾ വിളിച്ചോണ്ട് പോവുമോ. അപ്പം ഞാൻ പറഞ്ഞു, ഈശോ എനിക്ക് മരിക്കണ്ട, ബൈബിളിലുണ്ടല്ലോ ഹെസക്കിയായ്ക്ക് 15 വർഷം ആയുസ് കൂട്ടി കൊടുത്തു, എനിക്ക് ആയുസ് വേണം, എനിക്കിപ്പോൾ മരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു.
പിന്നെ ഈശോ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എന്തിനാ ചിരിച്ചെന്നെ പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ എന്താണെന്നറിയാമോ, എന്നെ ഇങ്ങനെ ഈ കോളർ ഭാഗം, ആ ഉടുപ്പിൻ്റെ ലോഹയുടെ ഭാഗം ഇങ്ങനെ എന്നെ കാണിക്കുക. അതായത് നീ പേടിക്കണ്ട, ഞാൻ വീട്ടിലിരിക്കാൻ വന്നതാണെന്ന് എനിക്കപ്പോൾ പെട്ടെന്ന് പിടികിട്ടി. പുറത്ത് പോകാൻ നിൽക്കുന്ന ഒരാളെപ്പോലെ അല്ല. അപ്പോൾ ഈശോ അവിടെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ വയ്യ. ഇരുന്ന് കഴിഞ്ഞാൽ നട്ടല് വളയും, എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാല് വളയും, നട്ടല് ചുരുങ്ങുന്നു, വളയുന്നു, പല പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ പതുക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം കുറേ സ്റ്റിറോയിഡ് ഇങ്ങനെ തരുന്നുണ്ട്. വണ്ണം വെച്ച് വരുന്നതല്ല, അത് ഒരു പ്രയോജനവും ഇല്ല, നടക്കാനുള്ളതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിറോയിഡ് ഇങ്ങനെ പറ്റത്തില്ല, അഡ്മിറ്റായി ഇഞ്ചക്ഷൻ എടുക്കണം, ഒന്നും ഫലിക്കുന്നില്ലെന്ന് പറഞ്ഞു. സ്റ്റിറോയിഡ് ഉണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യാതിരിക്കാനുള്ള ഗുളികയുണ്ട്, വേറെ കുറേ അതുപോലെയുണ്ട്, ഒന്നും ഫലിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഉടമ്പടി എടുത്തതാണ്, കൊച്ചിന് ക്ലാസ് ഉണ്ട്, ഞാൻ എന്തായാലും അഡ്മിറ്റ് ആകത്തില്ല, ഇഞ്ചക്ഷനും എടുക്കത്തില്ല. ഞാൻ ആ സമയത്ത് കൃത്യമായി ഇവിടുത്തെ തേനും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, തേൻ കുടിക്കാൻ തുടങ്ങി. ഉപ്പ് ചെറുതായിട്ട് ലേശം വെള്ളത്തിലിട്ടിട്ട് കുളിക്കുന്നതൊക്കെ അങ്ങനെയാണ്. ശരീരവേദന കുറയാൻ തുടങ്ങി. അപ്പം ഞാൻ അഡ്മിറ്റാകാൻ പോയില്ല. അപ്പോൾ ഈശോ എന്നെ സുഖപ്പെടുത്താനാണ് വന്നത്. എനിക്ക് സുഖപ്പെടുത്തണം എന്ന് ഞാൻ ഈശോയോട് പറയുന്നില്ല. സത്യം പറഞ്ഞാൽ അപ്പോൾ എൻ്റെ മനസ്സിൽ കുരിശ് രൂപത്തോട് ഭയങ്കര സ്നേഹമാണ്. ഇത്രയും വന്നെങ്കിൽ എല്ലാം മുടങ്ങിയെങ്കിലും ഞായറാഴ്ച എങ്ങനെയെങ്കിലും പതുക്കെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും. അവിടുത്തെ കുരിശ് രൂപം കുറേ നോക്കിയിരിക്കും, എനിക്ക് എത്ര നോക്കിയാലും മതിയാകത്തില്ല. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്ക് സുഖമായാൽ ഈ കുരിശ് രൂപത്തോടുള്ള ഇത്ര ആത്മാർത്ഥം എനിക്ക് നഷ്ടപ്പെടുമായിരിക്കും, ഞാൻ ചോദിക്കുന്ന നീ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആലപ്പുഴ നഗരസഭയിലാണ് ഞാൻ അന്ന് ജോലി ചെയ്യുന്നത്. അവിടെ ഇരുന്ന് ബെർത്താൻഡത്ത് രജിസ്ട്രാർ റിട്ടയർഡായി. ഒരു കാര്യം പറഞ്ഞില്ല, ഈശോ എഴുന്നേറ്റ് പോകാൻ റെഡിയാവുകയാണ്. എനിക്ക് മനസ്സിലായി ഈശോ പോവുകയാണെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് എനിക്ക് വിഷമമായി, അയ്യോ ഈശോ പോകണ്ട. അതിന് മുമ്പ് എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയുണ്ട് മാതാവുണ്ട്, അപ്പോൾ ഞാൻ ഉറങ്ങുക കേട്ടോ, നിങ്ങൾ രണ്ടും അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാൻ നട്ടല്ലുമായിട്ട് ഒരുവിധം എഴുന്നേറ്റിരിക്കും ഇവരെ കണ്ടപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ 2 പേരും ഉണ്ട്. ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ 2 പേരും പോയിട്ടില്ലല്ലോ. അപ്പോൾ ഈശോ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടൊരു ചോദ്യം എന്നോട് ചോദിച്ചു, നീ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നുവോ? ആദ്യം ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും ഈ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഈശോയെ ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്, മാതാവിനെ സ്നേഹിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ വിളിക്കാറുണ്ട്. പിതാവ് ആരെന്ന് ഇന്ന് വരെ എനിക്കറിയില്ല. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചതെന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ എനിക്കത് അറിയില്ല. ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം ഈശോ? ഞാൻ ലുത്തീനിയ ചെല്ലണമെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ലോകത്തെ സൃഷ്ടിച്ച ദൈവമേ, അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറയുക, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈശോ ഞാൻ ലുത്തീനിയ ചെല്ലട്ടെ എന്ന് ചോദിച്ചു. ഉടനെ ഈശോ ചിരിച്ചിട്ടങ്ങ് പോയി. അതിനുശേഷം സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞാൽ ആ കരുണയുള്ള പിതാവിൻ്റെ സ്നേഹം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്നെ പഠിപ്പിക്കാനാണോ ഈശോ വന്നത് എനിക്കറിയില്ല. ഈശോയെ ഓർക്കുന്ന പോലെ, മാതാവിനെ ഓർക്കുന്ന പോലെ പിതാവിനോട് പ്രാർത്ഥിക്കാനും, പിതാവെന്ന് പറയുമ്പോൾ കരുണയുള്ള ഒരു സ്നേഹം ഫീൽ ചെയ്യാൻ ദൈവം എനിക്കിടയാക്കി. എന്നിട്ട് ഈശോ പതുക്കെ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങി. 1.5 മാസം കഴിഞ്ഞപ്പോൾ 1.5 മാസം കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് പോയി. എന്നെ ഹസ്ബൻഡ് കൊണ്ട് ഓഫീസിൽ വിട്ടു. വീട്ടിലൊന്നും പണിയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പോയി പതുക്കെ ഇറങ്ങി വന്നു. ഇവിടെ നിന്ന് ആ അറ്റം വരെ നടക്കുന്ന അത്രയും നടന്ന് കാണും. 4 പ്രാവശ്യം വീഴാൻ പോയി. എനിക്ക് കാലുറയ്ക്കുന്നില്ല. അതായത് മസിലൊക്കെ പോയിട്ട്, മസിൽ വേസ്റ്റേജ് എന്നൊക്കെ പറയുന്ന വലിയ പ്രശ്നങ്ങളാണ്, അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. എനിക്ക് കാലുറയ്ക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചു, ഈശോ ഞാൻ എങ്ങനെ ജോലിക്ക് വരും? ഇതെന്താ ഇത്? ഇത്രയും പോലും എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. അതും ഹോട്ടൽ ഇൻസ്പെക്ഷനും പ്ലാസ്റ്റിക് ഇൻസ്പെക്ഷൻ പല ജോലി ഞങ്ങൾക്ക് വരുന്നതാണ്. ഒന്നും പറ്റുന്നില്ല, വെറുതെ ഇരിക്കുക, നടക്കാൻ കൂടെ പറ്റുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ പതുക്കെ നടന്ന് എങ്ങനെയും ഒരു പരുവത്തിൽ ബസ്സിൽ കയറാമെന്നൊക്കെ വിചാരിച്ച് വന്നാൽ ഒന്നും നടക്കുന്നില്ലെന്ന് മനസ്സിലായി. ഓട്ടോയിൽ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ജനുവരിയിൽ അർത്തുങ്കൽ പള്ളിയിൽ ജോസഫ് അച്ഛൻ കുർബാനയ്ക്ക് വന്നു. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും അച്ഛനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാം. ഇവിടെ വന്നപ്പോൾ അച്ഛനോട് പ്രാർത്ഥിക്കാതെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് എനിക്ക് സുഖമായി. അവിടെ ചെന്ന് അച്ഛനെ കാത്ത് നിന്നപ്പോഴത്തേക്ക് ഭയങ്കര ആൾ. എനിക്കാണെങ്കിൽ 2 കാലും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. കുടിയന്മാർ മദ്യപിച്ചിട്ട് നടക്കുന്ന പോലെയാണ് ഞാൻ നടക്കുന്നത്. ഞാൻ എങ്ങനെ ക്യൂ നിൽക്കും? അപ്പോൾ അച്ഛനോട് ഞാൻ കൂട്ടത്തിനിടയ്ക്ക് നിന്ന് വിളിച്ച് പറഞ്ഞു, അച്ഛാ എനിക്ക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്, ഞാൻ ഉടമ്പടി എടുത്തു, ഇന്ന് ഉടമ്പടി പുതുക്കി എന്ന് പറഞ്ഞതും അച്ഛൻ തിരിഞ്ഞ് നിന്ന് എൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ കാലിന് ബലം കിട്ടി. എന്നോട് ഓഫീസിലെ ആൾക്കാർ കണ്ടപ്പോൾ പറഞ്ഞു, ഇപ്പം നടപ്പിനൊരു ബലമൊക്കെ ആയിട്ടുണ്ടെന്ന് എന്നോട് അവിടെയുള്ള സ്റ്റാഫ് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പാർട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏപ്രിൽ മാസം ഞാൻ പറഞ്ഞിരിക്കുന്ന മാതാവ് എന്നെ ഓഗസ്റ്റ് സുഖപ്പെടുത്തണം, എനിക്കിപ്പോഴേ സുഖമാകണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, പക്ഷേ ഈ കൈയൊക്കെ സുഖമായില്ലെങ്കിൽ എനിക്ക് രജിസ്ട്രാറിൻ്റെ ചാർജ് വരുമ്പം പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പെട്ടെന്ന് ആലപ്പുഴ മുനിസിപ്പാലിറ്റി രജിസ്ട്രാർ റിട്ടയർഡായിട്ട് എന്നെ ഏപ്രിൽ മാസം അവിടെ രജിസ്ട്രാറായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബുക്കെല്ലാം ഫ്രണ്ടിൽ വരും, ഇങ്ങനെയാണ് ബുക്കിരിക്കുന്നത്. പോകണോ പോകണ്ടായോ? കാര്യം ഇത് ചെയ്താൽ എനിക്ക് ഇരുന്നാൽ മതി, പ്ലാസ്റ്റിക്കും ഹോട്ടലിനും ഒന്നും പോകണ്ട.
അപ്പം ഞാൻ പതുക്കെ ഓരോ രജിസ്റ്റർ എടുത്ത് താഴോട്ട് വയ്ക്കുമ്പോൾ എൻ്റെ കൈ ഒടിയുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ ഓഗസ്റ്റ് സുഖപ്പെടണമെന്ന് അന്നേരം മതിയെന്നാണല്ലോ ഞാൻ പറഞ്ഞത്, ഇപ്പോഴേ ഇങ്ങനെയുള്ള അവസ്ഥയായി. അതാണ് ഈ രജിസ്റ്റർ 3 സ്ഥലത്തേക്ക് വെക്കണം, നമ്മൾ സർട്ടിഫിക്കറ്റും ഡേറ്റ്സും കറക്ഷനൊക്കെ വേറെ വേറെ വെക്കണം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്ന് കയ്യിൽ കൃപാസനം തൈലം ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് ഈ രോഗം മാറണമെന്ന് പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ കൈ ഫ്രീ ആയി. എനിക്ക് പിന്നെ ഏത് രജിസ്റ്റർ വേണേലും എടുക്കാം. ഞാൻ വരുന്നത് മലയാറ്റൂരിൽ നിന്നാണ്. ഞാൻ 2020 +2 പാസ് ഔട്ടായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് പാല ബ്രില്യൻറ്റ് ചേർന്നായിരുന്നു. അപ്പോൾ എനിക്കത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻട്രൻസ് പാടായിട്ട് തോന്നി. അപ്പോഴായിരുന്നു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിൾ മീറ്റ് കയറിയായിരുന്നു. അപ്പോൾ അച്ഛനായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു IELTS അതായിരുന്നു എനിക്ക് ആഗ്രഹം. പിന്നെ ഈ കോവിഡ് ആയതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും അടച്ചു കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ എൻട്രൻസിന് പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ IELTS ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ IELTSൻ്റെ കോച്ചിങ് കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയിട്ട് ഫെബ്രുവരി ഇപ്പോൾ എക്സാം എഴുതി. അപ്പോൾ എനിക്ക് 6.5 ആയിരുന്നു കിട്ടിയായിരുന്നത്. പക്ഷേ എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണമെങ്കിൽ നേഴ്സിംഗ് എടുക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ 7 വേണം. അപ്പോൾ ഈ IELTS എനിക്ക് ടഫായിട്ട് തോന്നിയപ്പോൾ PT എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫ്രണ്ട് വഴി കിട്ടിയതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പീക്കിംഗ് കിട്ടണില്ല. ആദ്യത്തെ പ്രാവശ്യം ജൂണിൽ പരീക്ഷ എഴുതിയപ്പോഴും സ്പീക്കിംഗ് കിട്ടണില്ല. അത് കഴിഞ്ഞ് ആഗസ്റ്റിൽ പരീക്ഷ എഴുതുമ്പോൾ സ്പീക്കിംഗ് കിട്ടണില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ പറ്റി. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തതാണ്, അമ്മയുടെ ഒപ്പം നീ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് നീ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ പോണ സമയത്ത് മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛനെ കണ്ടായിരുന്നു, ആൾക്കാരെ വെച്ചിട്ടല്ല, അവിടെ താഴെ വെച്ച അച്ഛനെ കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, നീ അച്ഛനെ ഇവിടെ വെച്ചാൽ നമ്മൾ കണ്ടാലും നമുക്ക് വിശ്വാസം മതി. എന്നിട്ട് ഞാൻ തിരിച്ചു പോയി. ഈ ആഗസ്റ്റ് 3-ാം തീയതിയാണ് അമ്മ പുതുക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെനിക്ക് ആഗസ്റ്റ് 29-ാം തീയതി ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാം തെളിഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചായിരുന്നു, അച്ഛൻ്റെ അടുത്ത് ഡേറ്റ് ചോദിക്കാൻ പറ്റിയില്ല ആ തിരക്കിൽ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഡേറ്റ് വേണം, അല്ലാതെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ എക്സാം പോകണമെന്ന്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ 29-ന് എടുക്കാമെന്ന് ചോദിച്ചു. ആ സ്വപ്നം കണ്ടതിൻ്റെ 1 മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 29-ാം തീയതി ഡേറ്റ് എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു 25-ാം തീയതി ഒക്കെ ആയിട്ട് നോക്കിയപ്പോൾ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും ഡേറ്റ് ഉണ്ടല്ലോ, എന്തായാലും നമുക്ക് നാളെയും ഡേറ്റ് എടുക്കാമല്ലോ എന്ന് ചോദിച്ചു. നാളെ നോക്കിയപ്പോൾ 29 എന്നുള്ള ഡേറ്റ് പോയി. എന്നിട്ട് ഞാൻ ഒക്ടോബർ 1-ാം തീയതി പോയി ഡേറ്റ് എടുത്തു. ഒക്ടോബർ 1-ാം തീയതി പരീക്ഷ എഴുതി. പഴയനേക്കാളൊക്കെ സ്കോർ ശരിക്കും കയറി. 3 7 കിട്ടി. സ്പീക്കിംഗ് വീണ്ടും 6.5 തന്നെയായി. അപ്പോൾ വീണ്ടും പിന്നെ അച്ഛനെ കാണാൻ വന്നില്ല. ഞാൻ ബാംഗ്ലൂരിലേക്ക് ഡേറ്റ് മാറ്റി വീണ്ടും ബാംഗ്ലൂർ പോയി ഒക്ടോബർ 13-ാം തീയതി എടുത്തു. അവിടെ എഴുതിയപ്പോഴും ബാക്കി എല്ലാത്തിനും വീണ്ടും എഴുതിനേക്കാളും കയറുന്നുണ്ട്, സ്പീക്കിംഗ് മാത്രം കയറുന്നില്ല. അപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ്. അപ്പോൾ പിറ്റേ ദിവസം അപ്പനും അമ്മയും വന്ന് അച്ഛനെ കണ്ടു, മെസ്സേജ് എടുത്തു. അപ്പോൾ അച്ഛൻ എനിക്ക് തന്നത് ഒക്ടോബർ 27, നവംബർ 2, നവംബർ 7, നവംബർ 9-ാം തീയതി എന്നുള്ള ഡേറ്റുകളാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ തന്നെ എന്തായാലും പരീക്ഷ എഴുതാനുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒക്ടോബർ 27 മാത്രമേ ബാംഗ്ലൂരിൽ പിന്നെ ഡേറ്റ് ഉള്ളൂ. ബാക്കി 2ഉം 7 എന്ന് പറഞ്ഞ ഞായറാഴ്ച, 9ഉം 2ഉം ചൊവ്വാഴ്ചകൾ കൊച്ചിയിൽ തന്നെയുള്ളൂ. അപ്പോൾ 27-ാം തീയതി പിന്നെ തൊട്ടടുത്തായി. അപ്പോൾ 27 തന്നെ എന്തായാലും എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും വിജയകുമാർ സാറിൻ്റെ ടോക്കൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അച്ഛനതിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മാതാവിൻ്റെ അടുത്ത് എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി യേശുനാമത്തെ നമ്മൾ ഉയർത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാണ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാൻ പരീക്ഷ ഹാളിൽ പോണേക്കാൾ മുമ്പും പരീക്ഷ ഹാളിൻ്റെ മേളിലേക്ക് കൈ ഉയർത്തിയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി എക്സാം എഴുതി. എന്ന് വെച്ചാൽ അത് ലാബ് പോലെയാണ്, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്താണ് നമ്മൾ സംസാരിക്കണം. അപ്പോൾ അന്ന് സാധാരണ 2 പേരൊക്കെ എക്സാമിനുണ്ടാവുള്ളൂ, അന്ന് 6 പേരും എക്സാമിനുണ്ടായി. അപ്പോൾ നിറച്ചും ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഒച്ചയിൽ. അപ്പോൾ നമ്മൾ സംസാരിക്കണവരും വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷനൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ സ്പീക്കിംഗ് വീണ്ടും കുറച്ച് ടഫായി. ഇപ്പോൾ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞാൻ തുടങ്ങണേക്കാളും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, റീഡിങ് ഞാൻ എന്തായാലും അമ്മയുടെ കയ്യിലേക്ക് തരാണ്. റീഡിങ് എനിക്ക് അറിയില്ല, കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല തലേ ദിവസമൊന്നും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് റീഡിങ്ങിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ഞാൻ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായിട്ട് തന്നെ ഉയർത്തണമെന്ന്. ഞാൻ ചെയ്യണ ഓരോ ക്വസ്റ്റ്യനും ഞാൻ വീട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ചാടുമ്പോഴും അത് ഞാൻ വീട്ടിൽ ചെയ്തത്. വീണ്ടും അടുത്തതിലേക്ക് ക്ലിക്ക് ചെയ്താലും ഞാൻ വീട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഉണ്ടാവുള്ളൂ. ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി യേശുനാമത്തെ ഉയർത്തണമേ എന്ന് പറഞ്ഞ് ഒരേ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്തുമ്പോഴും ഏത് ക്വസ്റ്റ്യൻ എടുത്താലും ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ആൻസറുകളൊക്കെ എനിക്കറിയാം. അങ്ങനെ ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. അങ്ങനത്തെ റിസൾട്ട് അന്ന്
11:32 വന്നത് രാത്രി. അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല. വീട്ടിൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ റീഡിങ്ങിന് എനിക്ക് 9 കിട്ടിയത്, 9 കിട്ടിയ, സ്പീക്കിങ്ങിന് 7, ബാക്കി 2 7.5. അപ്പോൾ ഇത്രയും എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതേപോലെ തന്നെ ഞാൻ +2 പഠിക്കുമ്പോഴും +1 ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് +2 റിസൾട്ട് വന്നേക്കാൾ മുമ്പ് ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ പഠിക്കണം എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ 97% എനിക്ക് മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ പേപ്പറിനെ മാതാവിൻ്റെ ഫോട്ടോൻ്റെ ബാക്കിൽ വെച്ചു. ഈ 97 എനിക്ക് കിട്ടണമെങ്കിൽ +1 മാർക്ക് പോയതൊഴിച്ച് +2 എനിക്ക് ഫുള്ള് കിട്ടണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്തുകൊണ്ട് മാതാവിന് എന്തായാലും ഒന്നും അസാധ്യമല്ലല്ലോ, ഫുള്ള് കിട്ടണമെന്ന് പറഞ്ഞാൽ മാതാവിന് ചെറിയ കാര്യമായാലും എന്തായാലും ഈശോൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയില്ല. എന്നിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് +2 എല്ലാത്തിനും ഫുള്ളായിരുന്നു. എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ 97% തന്നെയായിരുന്നു. അതേപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവുന്നുണ്ട്. ഇതേപോലെ ഞാൻ ഇപ്പോൾ മാതാവിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ചെറിയ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരായിരിക്കും, അവിടെ ഞാൻ മുട്ടുകുത്തിയിട്ട് കൈ വിരിച്ച് ജപമാല അർപ്പിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്നെങ്ങനെ സഹായിക്കുന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് മലയാറ്റൂരിൽ നിന്ന് വന്നിരിക്കുന്ന അൽജോ വർഗീസ് പങ്കുവെച്ചത്. അൽജോ, PT എക്സാം എത്ര പ്രാവശ്യമാണ് പരാജയപ്പെട്ടത്? 5ാമത്തെ പ്രാവശ്യമാണ് ജയിച്ചത്. 4 പ്രാവശ്യം PT എഴുതി, 1 പ്രാവശ്യം IELTS എഴുതി. ഈ ഡേറ്റ് അപ്പോൾ ആര് വന്നെടുത്തു? അച്ഛനെ കണ്ട്? ഞാൻ വന്നേര്. അമ്മയാ? ഈ അവസാനത്തെ ഡേറ്റ് അമ്മയും അപ്പനും വന്നിട്ടുണ്ട്. അമ്മയും വന്നിട്ടുണ്ട്. എവിടെ? അവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. കയറി വരിക. അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഡേറ്റ് എടുത്തപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛനെന്താ പറഞ്ഞത്? ഞാനിവിടെ വന്ന് ഇവന് എക്സാമിന് തോറ്റു എന്ന് പറഞ്ഞ് 13-ാം തീയതി ഇത് കഴിഞ്ഞപ്പോൾ ഒത്തിരി വേദനയോടെ ഞങ്ങളുടെ കുടുംബം ഒന്ന് എഴുതുമ്പോൾ എല്ലാത്തിനും നല്ല സ്കോർ കാണിക്കും, സ്പീക്കിങ്ങിന് അവന് സ്കോർ പോവും. അവസാനം ഞാൻ ഇവന് 13-ാം തീയതി തോറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചേട്ടാ നാളെ നമുക്കൊന്ന് കൃപാസനം വരെ പോകണം, അച്ഛനെ കാണാൻ പറ്റി കാണണം, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നമ്മുടെ വേദന ഒന്ന് പങ്കുവയ്ക്കണം, അതുകൊണ്ട് ചേട്ടൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് പലോഷി ബ്രദറിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു അച്ഛനെ കാണാൻ ചീട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ചീട്ട് എടുത്തു. എനിക്ക് കിട്ടിയത് 1ാമത്തെ നമ്പറാണ്. ഞാനും ചേട്ടനും ഇവിടെ ഫ്രണ്ടിൽ 1ാമത് വന്നു നിന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പറഞ്ഞു, എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള തടസ്സങ്ങൾ അച്ഛാ എനിക്ക് എന്താണെന്ന് അറിയണില്ല, സ്പീക്കിങ്ങിനാണ് അവനിങ്ങനെ പോണേന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനും ഞാൻ നിന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചു, മെസ്സേജ് എടുത്തു. മാതാവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അവൻ എന്നോട് പറഞ്ഞു ഒരു ഡേറ്റ് എനിക്ക് വേണം, അച്ഛൻ പറയണ ഒരു ഡേറ്റിൽ എനിക്ക് തരണമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ എനിക്ക് 27-ാം തീയതി ഒരു ഡേറ്റ് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ 27-ാം തീയതിയാണ് അച്ഛൻ ഡേറ്റ് തന്നേണേ, ആ ഡേറ്റിൽ നീ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടുത്ത് 27-ാം തീയതി എക്സാം എഴുതി. അവൻ നല്ലൊരു സ്കോറോടുകൂടി ഞാൻ ആദ്യം തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ കൃപാസന അൽത്താരയിൽ വലിയൊരു സാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തിനെ ഇവിടെ ഉയർത്തണമെങ്കിൽ അമ്മ ഒരിക്കലും വലിയൊരു അനുഗ്രഹം തരണം, അതിന് ഞങ്ങൾ വൈകാതെ തന്നെ അമ്മയുടെ നടയിൽ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ നേർന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ അച്ഛൻ ആദ്യമായി ഞങ്ങളെ കാണാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നെ കാണണമെന്നില്ല, നിങ്ങൾ അൽത്താരയിൽ മാതാവിനെ നോക്കിയിട്ട് ഞങ്ങൾ ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് മാത്രം നിങ്ങൾ ഉള്ളിൽ ആഘാതമായി വിശ്വസിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ആ പ്രത്യാശ കൈവിടാതെ ഞങ്ങൾ ഇവൻ്റെ എക്സാമിൻ്റെ ദിവസം 12:30 നേരത്ത് 4 മെഴുതിരി കത്തിച്ച് ഞങ്ങൾ 33 പ്രാവശ്യം പ്രത്യക്ഷകരണ പ്രാർത്ഥനയും 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ഞങ്ങൾ മുത്തുമ്പോൾ നിന്ന് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഇളയ മകനും ഉണ്ടായിരുന്നു. ഞങ്ങളത് കത്തിച്ച് പ്രാർത്ഥന നിരതമായി അവൻ്റെ എക്സാം കഴിയണവരെ അത് ചൊല്ലിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ ജെറീക്കോ പ്രാർത്ഥനയിൽ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. 27-ാം തീയതി എൻ്റെ വീടിൻ്റെ ചുറ്റും 7 പ്രാവശ്യം ചൊല്ലുന്ന ആ കൊന്ത ഞാൻ അന്ന് നേർന്ന ദിവസമായിരുന്നു. ഭയങ്കര ഇടിവെട്ടും മഴയായിരുന്നു. പക്ഷെ ഞാനും എൻ്റെ ഇളയ മകനും കൂടി മാതാവിൻ്റെ രൂപം സിരിസ്വരൂപം ഇത് നേർന്നുകൊണ്ട് തിരിയും കത്തിച്ച് ഞങ്ങളത് ആ പ്രത്യക്ഷ പ്രാർത്ഥന ആ ജെറീക്കോ പ്രാർത്ഥന ഞങ്ങൾ പൂർത്തീകരിക്കാനും മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. കരങ്ങളിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ സാക്ഷ്യം കേൾക്കുന്നവർ പ്രത്യേകം മനസ്സിലാക്കണം, എങ്ങനെയാണ് ദൈവകൃപ അൽജോയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന്. PT എക്സാം പരാജയപ്പെട്ടപ്പോൾ 4 തവണ പരാജയപ്പെട്ടപ്പോൾ അമ്മ വന്ന് അച്ഛനക്കനെ ഡേറ്റ് എടുക്കുകയും ചെയ്തിരുന്നു.
ഡേറ്റ് എടുക്കുക ചെയ്യുക മാത്രമല്ല, ഇതിനിടയിൽ അൽജോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടുവെന്നുള്ളതാണ്. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അൽജോയ്ക്ക് വലിയ സന്തോഷമായി. സ്വപ്നത്തിൽ അച്ഛൻ എന്ത് പറയുന്നതായിട്ട് അൽജോക്ക് ഫീൽ ചെയ്തേ? സ്വപ്നത്തിൽ അച്ഛൻ എൻ്റെ വീട്ടിലുണ്ട്. എന്നിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ തോളത്ത് തട്ടിയിട്ട് എല്ലാം തെളിഞ്ഞില്ലേന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ ആ തെളിഞ്ഞു എന്ന് പറഞ്ഞു. എല്ലാം തെളിഞ്ഞില്ലേന്ന്, അതായത് എല്ലാം ക്ലിയർ ആയില്ലേ എന്നുള്ളത്. അച്ഛനെ സ്വപ്നത്തിൽ കാണുന്നതിന് കാരണമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് പരിശുദ്ധമായ 2004 ഡിസംബർ 7 കൃപാസന മൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ ഈ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹാദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ ഈ പ്രത്യക്ഷപ്പെടൽ തന്നെ ലോകജനതയുടെ വിശ്വാസ സമൂഹത്തിന് വലിയ അനുഭവം അമ്മ നൽകുകയാണ്. ഇതുപോലെ ദുരന്തങ്ങളും ദുരിതങ്ങളും ജീവിത വിഷമതകളും ജീവിതം അസ്തമിച്ചു നിൽക്കുമ്പോൾ അവർക്ക് പരിശുദ്ധമ്മ സമയബന്ധിതമായിട്ടാണ് ഇടപെടുന്നത്. ഇനി 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി, 33 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പം അതിലൂടെ ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധാത്മാവ് കൊടുത്തു. ഇനി അതുകൂടാതെ ആഗോള ജെറീക്കോ പ്രാർത്ഥന ചെയ്തു എന്നാണ് പറഞ്ഞത്. അതായത് ഒക്ടോബർ മാസത്തിൽ അവസാനത്തെ ആഴ്ചയിൽ കൃപാസനം ആഗോള ജെറീക്കോ പ്രാർത്ഥന നടത്തിയിരുന്നു. ഓരോ ദിവസവും 5 രാജ്യങ്ങളെയും രാജ്യത്തിൻ്റെ വിവിധമായ ആവശ്യങ്ങളെയും അവിടെ ജനത അനുഭവിക്കുന്ന വിഷമതകളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കത് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്കത് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളുടെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികൾ വിദേശത്തുണ്ടെങ്കിൽ അവരോട് പറയാൻ നിങ്ങൾക്ക് കഴിയും. വലിയ അനുഭവമാണ്. ഇപ്പോൾ ഇടിവെട്ടും മഴയുണ്ടായിട്ട് പോലും തിരികെത്തിച്ച് പിടിച്ച് അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ട് ആ പ്രാർത്ഥന ചെയ്തെന്ന് പറയുമ്പോൾ അത് സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെ മുദ്രയാണ്. അത് ദൈവത്തോടുള്ള വിശ്വസ്തയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് സമയബന്ധിതമായിട്ട് തന്നെ പരിശുദ്ധമ്മ അൽജോയുടെ ജീവിതത്തിൽ ഇടപെടുകയും വിജയം കൊടുക്കുകയും ജോലി കൊടുക്കുകയും കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തത്. ഇതാണ് ഉടമ്പടിയുടെ പ്രത്യേകം. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ കൂടെ വരും, ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. പുറപ്പാടിൻ്റെ പുസ്തകം 19 പറയും, അങ്ങനെ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായി തീരും. അപ്പം അങ്ങനെ വലിയൊരു ദൈവാനുഭവമാണ് ഉടമ്പടി ചെയ്യുന്നതിലൂടെ ദൈവം കൊടുക്കുന്നത്. ഈ സാക്ഷ്യത്തോട് ചേർത്ത് ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞങ്ങളിവിടെ ഈ 5 പ്രാവശ്യം ഇവന് പരീക്ഷ എഴുതി തോറ്റു കഴിഞ്ഞപ്പോൾ 6ാമത്തെ പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇതിൽ വലിയ അർത്ഥവും കാര്യങ്ങളൊന്നും ഇല്ല. മാതാവിൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയത് ഇനി ഞാൻ തിരിച്ച് ഈ കൃപാസനത്തിൽ വരില്ല എന്നും പറഞ്ഞുകൊണ്ടാണ്. അന്ന് രാത്രി 27-ാം തീയതി രാത്രി എനിക്ക് ആഴ്ചയിൽ 2 ദിവസം രാത്രി കപ്പ വലിച്ച് ബാംഗ്ലൂർക്ക് കയറ്റി വിടുന്ന ഒരു പണിക്ക് പോകുന്ന ആളാണ് ഞാൻ രാത്രി കപ്പ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാത്രി ഒരു 12 മണിയായപ്പോഴാണ് എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ, പപ്പ എനിക്ക് നല്ല സ്കോർ മാർക്ക് കിട്ടിയത്. നമ്മൾ ആര് മുട്ടിപ്പായിട്ട് വന്ന് ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ, അത് നമുക്ക് വാരിക്കോരിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആരായാലും 1 പ്രാവശ്യം ഇവിടെ വന്നു നമുക്ക് കിട്ടിയില്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം മുട്ടിപ്പായിട്ട് ഈ മാതാവിനോട് പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് വാരിക്കോരിത്തരും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. വലിയ ദൈവാനുഭവമാണ്. ഇവിടെ വന്നപ്പോൾ വർഗീസ് പറഞ്ഞത്, ചായ പറഞ്ഞിട്ട് പോയത് ഇനി കൃപാസനത്തിൽ കാലുകുത്തുന്നുള്ളതാണ്. ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? പരിശുദ്ധ മുഖത്തിട്ട് അൾത്താരയിലാണ്. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ, അമ്മ ചോദിക്കുന്നതെല്ലാം തരുമെന്ന്. ലൂക്കാ 7 നിങ്ങൾ ചോദിക്കുമെന്ന് ദൈവം നിങ്ങൾക്ക് നൽകും. അതിന് സാക്ഷിയാണ് വർഗീസ് ചായ. കരങ്ങളടിച്ച് കർത്താവിനെന്ന് പറയാം. ഒരു കാര്യത്തോടെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകൻ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുമ്പോൾ 10-24,000 രൂപ എനിക്ക് ചിലവ് വരും. ഒരു കൂലിപ്പണിക്കാരന് 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈമിൽ ഒരു പൈസ അടയ്ക്കാനായിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയതും അവനെ പഠിപ്പിച്ചതും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാത്രി പണിക്ക് പോയിട്ടാണ് അവനെ പരീക്ഷ ഫീസ് അടയ്ക്കുന്നത്. അത് 1, 2, 3, 4, 5 പ്രാവശ്യം തോറ്റ് കഴിയുമ്പോൾ നമ്മൾ ആരായാലും എങ്ങനെ ചിന്തിക്കും? അത്ര തന്നെ ഞാനും ചിന്തിച്ചത്. അതുകൊണ്ടാണ് മാതാവിൻ്റെ മുന്നിൽ എനിക്ക് അങ്ങനെ ഒന്ന് തോന്നിപ്പോയത്. അതുപോലെ തന്നെ മാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഉണ്ടല്ലോ, നിങ്ങൾ എൻ്റെ വിഷമം കണ്ടറിഞ്ഞല്ലോ.
ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി എനിക്ക് എൻ്റെ മോനിൽ കൂടി എനിക്കൊരു അടയാളം തന്നെ മാതാവേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വേറെ ഒന്നുമല്ല, എൻ്റെ മോന് സന്തോഷമുള്ളൊരു വാർത്തയാണ് എനിക്ക് കിട്ടേണ്ടത്. 5ാമത്തെ പ്രാവശ്യം 5 പ്രാവശ്യം PT എഴുതി, 1 പ്രാവശ്യം ILTC എഴുതി. എന്നിട്ടും അവൻ പരാജയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ മോനിൽ കൂടി എനിക്കൊരു അടയാളം തന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ അടയാളമാണ് ഈ നല്ല സ്കോറോടുകൂടി അവൻ പാസ്സായത്.